നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹരിയാനയിൽ ജയിച്ചത് സത്യവും വികസനവും. കോൺഗ്രസ് ഇത്തിൽക്കണ്ണി പാർട്ടി. നരേന്ദ്രമോദി. ബി.ജെ.പിക്ക് ഹരിയാനയിൽ ജനങ്ങൾ താമരപ്പൂക്കാലം നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സത്യവും വികസനവുമാണ് ഹരിയാനയിൽ വിജയിച്ചത്. ഹരിയാനയിൽ ചരിത്രം തിരുത്തിയ വിജയമാണ് ബി.ജെ.പി നേടിയത്. ഇത് നഡ്ഡയുടെ ടീമിന്റെ വിജയമാണ്. ഹരിയാനയിൽ ഭരണമാറ്റം എന്ന ചരിത്രം മാറി. ബി.ജെ.പിക്ക് സീറ്റും വോട്ട് ശതമാനവും കൂടി. രാജ്യത്തെ സർക്കാരുകൾ ബി.ജെ.പി സർക്കാരുകളെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിയുടെ പേരിൽ ദരിദ്രരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് ഇത്തിൽക്കണ്ണി പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഇടുക്കി DMOയുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തു. ഇടുക്കി DMOയുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് സസ്പെൻഷൻ സ്റ്റേ ചെയ്തത്. ആരോപണങ്ങളിൽ മറുപടി നൽകാൻ ഡോക്ടർ എൽ മനോജിന് അവസരം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഡോക്ടർ എൽ മനോജിനെതിരെ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്നും ട്രൈബ്യൂണൽ ഉത്തരവിൽ വ്യക്തമാക്കി. ഇന്നലെയാണ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി അടക്കമുള്ള ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത്. ഗവർണറുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഇന്നലെ സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവ് വന്നതോടെ ഇടുക്കി DMOയുടെ ചുമതലയിൽ ഡോക്ടർ എൽ മനോജിന് തുടരാനാവും. പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം. 9 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 3 പേർ മരിച്ചു. തമിഴ്നാട് തിരുപ്പൂരിൽ പൊന്നമ്മാൾ നഗറിലാണ് സംഭവം. സമീപത്തെ 2 വീടുകൾ പൂർണ്ണമായി നശിച്ചു. അനധികൃതമായി പടക്കമുണ്ടാക്കുന്ന വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. 5 വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. മരിച്ചവരിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തിരുപ്പൂർ സ്വദേശി കുമാർ, 9 മാസം പ്രായമായ ആലിയ ഷഹറിൻ എന്നിവരാണ് മരിച്ച 2 പേർ. കുട്ടി വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് സ്ഫോടനമുണ്ടായത്. ഉച്ചയോടെയാണ് സ്ഫോടനം നടന്നത്. പൊന്നമ്മാൾ നഗറിലെ കാർത്തികിന്റെ ഇരുനില വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. ഭാര്യ സത്യപ്രിയയ്ക്കൊപ്പമാണ് കാർത്തിക് താമസിച്ചിരുന്നത്. താഴത്തെ നിലയിലെ ഒരു ചെറിയ ഭാഗം അയാൾ ഒരു സ്ത്രീക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇയാളുടെ ഭാര്യ സഹോദരൻ ശരവണകുമാറിന് ക്ഷേത്രോത്സവങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി വലിയ പടക്കങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 2023 ഡിസംബറിൽ ഈ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. ക്ഷേത്രാവശ്യങ്ങൾക്കായി വീട്ടിൽ ശരവണകുമാർ അനധികൃതമായി പടക്കങ്ങൾ ഉണ്ടാക്കിയായിരുന്നുവെന്ന് തിരുപ്പൂർ സിറ്റി പോലീസ് കമ്മീഷണർ S. ലക്ഷ്മി പറഞ്ഞു. ശരവണകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ കേസെടുത്തതായും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. തകർന്ന വീടുകൾക്ക് സർക്കാർ സഹായം നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ബീച്ചിൽ പൈപ്പ് ബോംബ്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന. ആലപ്പുഴ ബീച്ചിൽ പൈപ്പ് ബോംബ് പോലുള്ള സാമഗ്രി കണ്ടെത്തി. 2 ഭാഗവും കവർ ചെയ്ത നിലയിലാണ് പൈപ്പ് കണ്ടെത്തിയത്. പൈപ്പിനുള്ളിൽ ലോഹശകലങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്തി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. സ്ഫോടക വസ്തു ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയും സ്ഥലത്തെത്തി. ബീച്ചിലെത്തിയ ഒരു കുടുംബമാണ് വസ്തു ആദ്യം കണ്ടത്. സംശയം തോന്നി പോലീസിനെ അറിയിക്കുകയായിരുന്നു. കണ്ടെത്തിയ വസ്തു വിദഗ്ധ സംഘം നിർവീര്യമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പുതിയ പരിഷ്കാരവുമായി ഗതാഗത കമ്മീഷണർ. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധം. കുട്ടികൾക്ക് കാറുകളിൽ പ്രത്യേക സീറ്റ്. സംസ്ഥാനത്ത് 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാറുകളിൽ പ്രത്യേക സീറ്റ് നിർബന്ധമാക്കുന്നു. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് പിൻസീറ്റിൽ പ്രത്യേക സീറ്റും 4 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേക മാതൃകയിലുള്ള സീറ്റാണ് നിർബന്ധമാക്കുക. 4 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉയരത്തിനനുസരിച്ച് സീറ്റ് തയ്യാറാക്കണമെന്നാണ് ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രയിൽ കുട്ടിയെ രക്ഷിതാക്കളുമായി ബെൽറ്റ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നത് അപകടം കുറയ്ക്കുമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പ്രചാരണവും മുന്നറിയിപ്പ് നൽകും. ഡിസംബർ മാസം മുതൽ പിഴ ഈടാക്കി തുടങ്ങും.